സോന എന്തുണ്ടാക്കൊണ്ടിരിക്കുന്നത്? ബീഫ്. എന്തിൻ്റെ കൂടെ കഴിക്കാനാ? പൊറോട്ട. പൊറോട്ടയും ബീഫും കഴിക്കണം എന്നൊക്കെ വിചാരങ്ങളോട് കൂടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിന്ന് എന്താ പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാം. വീക്കെൻഡ് അല്ലേ? വീക്കെൻഡ് സ്റ്റാർട്ടിങ് ഫ്രൈഡേ ആണല്ലോ. നമുക്ക് ജർമ്മനിയിൽ ഫ്രൈഡേ വീക്കെൻഡ് തുടങ്ങും. സാറ്റർഡേ സൺഡേ ആണ് വർക്ക് ചെയ്തു. അപ്പം നമുക്ക് കാണാം. ഇതിൽ എന്തൊക്കെ ഇട്ടേന്ന് പറ സോന. ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, നാരങ്ങാനീര്, ഇഞ്ചി, വെളുത്തുള്ളി. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസ് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ അടിച്ചെടുക്കാം. 3 മുതൽ 4 വിസിൽ വരെ അടിച്ചതിന് ശേഷം കുറച്ച് നേരം ആ കുക്കർ അടച്ച് തന്നെ വെക്കാം. അതിനുശേഷം നമ്മൾ ബീഫ് കറിക്കുള്ള മസാല സെറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ചുവന്ന മുളക്, മല്ലി, കുരുമുളക്, ജീരകം, കറുകപ്പട്ട എല്ലാം ഇട്ടിട്ട് നന്നായിട്ടത് ചൂടാക്കുകയാണ്. അതിന് ചൂടാക്കിയതിന് ശേഷം നമ്മളതിനെ പൊടിച്ചെടുക്കുകയാണ്. അപ്പം കുറച്ച് പൊടി ആയിക്കഴിഞ്ഞ്, അതായത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ പൊടിച്ചെടുക്കുക. ഇതായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പം കരിവേപ്പില ചേർക്കുക. ഇപ്പം ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന കരിവേപ്പിലയാണ്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളിയാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉള്ളി ഇവിടെ കിട്ടില്ല, കിട്ടും പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ് കമ്പയർഡ് ടു ദിസ്. അപ്പോൾ നമ്മൾ വെള്ള ഉള്ളിയാണ് എടുക്കുന്നത്. അത് ആവശ്യത്തിന് ഉള്ളി ചേർക്കുക. അപ്പം നമുക്ക് ചാറ് കുറച്ച് അധികം വേണ്ടതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാല ആ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. നമുക്ക് ചാറ് വേണ്ടതുകൊണ്ടാണ് ഇത്രയും തക്കാളി ഉള്ളിയൊക്കെ ഇടുന്നത്. നിങ്ങൾക്ക് എന്തോരം വേണോ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല വേവായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ കുക്കറിൽ വേവിച്ച് ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട അത്രയും വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് പൊറോട്ടയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് നല്ല ചാറിൽ തന്നെ വേണം. അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം 2 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം വെള്ളം വേണോ, ചാറ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത്യാവശ്യം ഉള്ളിയും തക്കാളിയും എല്ലാം ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിന് കൊഴുപ്പ് കുറഞ്ഞു പോകുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ ബീഫ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇനി വേവ് കുറവാണെങ്കിൽ തന്നെ കുറച്ചും കൂടെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറിയിലിരുന്ന് ബാക്കി വെന്തോളും. അതിനുശേഷം ഞങ്ങൾ അവിടെ ഷെയർഡ് കിച്ചണാണ്. അപ്പോൾ വേറെ ആൾക്കാർ കുക്ക് ചെയ്ത് വെച്ചത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത് ബിരിയാണിയാണ്. അപ്പം അത് കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശേഷം നമ്മളിന്ന് മല്ലിയിലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ പൊറോട്ട നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പം നമ്മൾ ഹാംബർഗിൽ പോയിരുന്നു. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പം ഇതിൽ ഒരു സെറ്റിൽ 12 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിതാ ചൂടാക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ഇത് റെഡി ആവുമോ, പൊറോട്ട പോലെ ആവുമോ, അത് പൂരി പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറയുകയാണ്. അപ്പം എന്തായാലും ആക്കി വന്നപ്പം പൊറോട്ട തന്നെയായി. അപ്പം നമ്മുടെ നാട്ടിലെ പൊറോട്ടയുടെ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ പൊറോട്ട നന്നായി അടിച്ചിട്ടാണ് ഇങ്ങനെ ആക്കി എടുത്തത്. അപ്പോൾ പൊറോട്ടയും ബീഫും റെഡിയായി. അതിൻ്റെ കൂടെ ഒരു ചായ കൂടി വെച്ച് നമ്മൾ ഒരു ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.